ഉള്ളടക്കം നീക്കം ചെയ്തതോ നിയന്ത്രിച്ചതോ ഓട്ടോമേറ്റഡ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിലും പ്രാദേശിക നിയമങ്ങൾ പാലിക്കാൻ മെറ്റ ബാധ്യസ്ഥമാണ് എന്നത് പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിലുള്ള ഉള്ളടക്ക നിയന്ത്രണം പ്രാദേശിക നിയമങ്ങളാൽ നിർണ്ണയിക്കപ്പെടുന്നതാണ് എന്നതും സംശയലേശമെന്നെ മെറ്റ വ്യക്തമാക്കുന്നുണ്ട് എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇത് ഒരു എടുത്ത തീരുമാനമാണ് എന്ന് ഒരിക്കലും വിചാരിക്കാൻ കഴിയില്ല. ഉള്ളടക്കം നീക്കം ചെയ്തത് സാങ്കേതിക തകരാർ മൂലമല്ല എന്നും മറിച്ച് പ്രാദേശിക നിയമപരമായ ബാധ്യതകൾ പാലിച്ചുകൊണ്ടാണ് എന്നും സ്ഥിരീകരിക്കാൻ കഴിയുന്നു എന്ന് മെറ്റ റിപ്പോർട്ടർ ടിവിക്ക് നൽകിയിരിക്കുന്ന മറുപടിയിലൂടെ വ്യക്തമാക്കുകയാണ്. നമ്മളുടെ സ്ക്രീനിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി അത് വായിക്കാൻ കഴിയും എന്നതാണ്. After thorough consultation with our team, we can confirm that the takedown was executed in compliance with the local legal requirements rather than due to a technical error എന്ന റിപ്പോർട്ടർ ടിവിക്ക് നൽകിയിരിക്കുന്ന മറുപടിയിൽ, വിശദമായ മറുപടിയിൽ, രണ്ടാം ഘട്ട മറുപടിയിൽ മെറ്റ വ്യക്തമാക്കുകയുമാണ്. പി ആർ സുനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. പി ആർ സുനിൽ, ഒരു വാർത്താ മാധ്യമത്തോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പകവീട്ടൽ എന്ന് പറയുന്നത് അവരുടെ വാർത്തയ്ക്ക് നിയന്ത്രണം ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഈ ലോക്കൽ ലീഗൽ റിക്വയർമെന്റ് എവിടെ നിന്ന് പോയി എന്നതാണ് ഇനി അറിയേണ്ടത്. മാധു, അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിന് മറുപടി നൽകേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നേരത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു അഭ്യർത്ഥനയും മെറ്റയ്ക്ക് പോയിട്ടില്ല എന്നതാണ്. താൻ മെറ്റയ്ക്ക് അങ്ങനെ ഒരു അഭ്യർത്ഥന നൽകിയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവർത്തിച്ച് വ്യക്തമാക്കിയത്. ഏതായാലും മെറ്റയോട് നമ്മൾ ചോദിച്ച ചോദ്യം വളരെ ക്ലിയർ ആണ്. ഹാസ് മെറ്റ സ്പെസിഫിക്കലി വെരിഫൈഡ് ദാറ്റ് എ വാലിഡ് ലീഗൽ ഓർഡർ or government directive was received for this particular post എന്നാണ്. വളരെ കൃത്യമായി തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഗവൺമെന്റിൽ നിന്നുള്ള നിയമപരമായ ഒരു അഭ്യർത്ഥന ഇത്തരം പോസ്റ്റുകൾ, ഇത്തരം വാർത്തകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മെറ്റയ്ക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിനാണ് വളരെ കൃത്യമായി ലോക്കൽ ലീഗൽ റിക്വയർമെന്റ്സ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് മെറ്റ മറുപടി നൽകുന്നത്. അതായത് പ്രാദേശിക തലത്തിൽ നിന്നുള്ള നിയമപരമായ ആവശ്യത്തെ തുടർന്നാണ് ഈ ന്യൂസ് കണ്ടന്റുകൾ നീക്കം ചെയ്തത് എന്ന് ഈ ചോദ്യത്തിന്, അതായത് ഗവൺമെന്റ് തലത്തിൽ നിന്നുള്ള ഏതെങ്കിലും നിയമപരമായ അഭ്യർത്ഥന ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായി മെറ്റ മറുപടി നൽകുന്നത്. അപ്പോൾ ഇവിടെ നിയമതലത്തിൽ നിന്ന് ഒരു വലിയ ആവശ്യം ഉയർന്നിരിക്കുന്നു. അതാണോ നൽകിയത്, കേരളമാണോ നൽകിയത്, അതല്ലെങ്കിൽ കേരളത്തിലെ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികളാണോ നൽകിയത്, അതല്ല ഇനി കോടതിയിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും നീക്കം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമാക്കേണ്ടത് കേരള സർക്കാർ തന്നെയാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ്. ഏതായാലും മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത് താൻ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്നതാണ്. അപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല എങ്കിൽ മുഖ്യമന്ത്രിയെ മറികടന്നുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെയൊരു വലിയ നീക്കം നടത്താൻ ആർക്കാണ് ധൈര്യമുള്ളത്? അതുകൂടി സംസ്ഥാന സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്. റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മറ്റ് ചില മാധ്യമങ്ങളുടെയും ന്യൂസ് കണ്ടന്റുകൾ, അത് മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന ന്യൂസ് കണ്ടന്റുകളാണ്, മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനം ഉയർത്തിയ ന്യൂസ് കണ്ടന്റുകളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതും അതിനോടൊപ്പം തന്നെ കോൺഗ്രസ് ഹാൻഡിലൊക്കെ വളരെ വിശദമായി വലിയ കണ്ടെത്തൽ എന്നതുപോലെ പറഞ്ഞതും മുഖ്യമന്ത്രിക്ക് അനുകൂലമായ പോസിറ്റീവ് വാർത്തകളും മെറ്റ റദ്ദ് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളതായിരുന്നു. ഓട്ടോമേറ്റഡ് സംവിധാനത്തിലൂടെയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ ആയിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ആ വാർത്ത റദ്ദാക്കാനുള്ള ഒരു കാരണമായി മാറിയിരിക്കുന്നത്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത് തൻ്റെ ചില കണ്ടന്റുകൾ കൂടി നീക്കം ചെയ്തിട്ടുണ്ട് മെറ്റ എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ തന്നെ അങ്ങനെയല്ല കാര്യങ്ങൾ. കാരണം മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള എല്ലാ പോസ്റ്റുകളും പോകുന്നതാണ്. അപ്പോൾ സെലക്റ്റീവായ ചില മാധ്യമങ്ങളുടേത് മാത്രം, റിപ്പോർട്ടർ അടക്കമുള്ള സെലക്റ്റീവായ ചില മാധ്യമങ്ങളുടേത് മാത്രം, സർക്കാരിനെ ശക്തമായി വിമർശിക്കുന്ന സെലക്റ്റീവായ ചില മാധ്യമങ്ങളെ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് ആ മാധ്യമങ്ങളുടെ ന്യൂസ് കണ്ടന്റുകൾ നീക്കം ചെയ്യുന്നു എന്നതാണ് വലിയ പ്രശ്നം. അവിടെ മുഖ്യമന്ത്രി തനിക്ക് റോളില്ല എന്ന് പറയുമ്പോഴും മെറ്റയുടെ ഈ മറുപടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ലോക്കൽ ലീഗൽ റിക്വയർമെന്റ് എന്ന് പറയുമ്പോൾ പ്രാദേശിക തലത്തിൽ നിന്നുള്ള നിയമപരമായ ആവശ്യം ഉണ്ടായിട്ടുണ്ട്. അത് നിഷേധിക്കാൻ കഴിയാത്ത ആവശ്യം തന്നെയാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള IT നിയമത്തിലെ പ്രത്യേക വകുപ്പ് അനുസരിച്ചുകൊണ്ട് ഇത്തരം ആവശ്യങ്ങൾ അന്വേഷണ ഏജൻസികളോ ലോക്കൽ ഭരണകൂടമോ സർക്കാരോ അല്ലെങ്കിൽ കോടതികളോ ആവശ്യപ്പെട്ടാൽ 3 മണിക്കൂറിനകം ന്യൂസ് കണ്ടന്റുകൾ നീക്കണം അതാണ് ചട്ടം, നിയമം പറയുന്നത്. അപ്പോൾ നിയമപരമായ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നടപടി മെറ്റ സ്വീകരിക്കുകയുള്ളൂ. അത് നേരത്തെയും മെറ്റ നമ്മളെ അറിയിച്ചതാണ്. ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ ആരാണ്
ഏതെങ്കിലും സർക്കാർ തലത്തിൽ നിന്ന് ഇത്തരത്തിലൊരു ആവശ്യം ഉയർന്നോ? സർക്കാർ തലത്തിൽ നിന്ന് ഇത്തരത്തിലൊരു ആവശ്യം ഉണ്ടായതിനെ തുടർന്നാണോ കാർഡുകൾ ന്യൂസ് കണ്ടന്റുകൾ നീക്കം ചെയ്തത് എന്ന നമ്മളുടെ ചോദ്യത്തിന് വളരെ കൃത്യമായി ലോക്കൽ ലീഗൽ റിക്വയർമെന്റ് ഉണ്ടായി എന്ന് മെറ്റ മറുപടി നൽകുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട